ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകളുടെ പരിശോധന ആരംഭിച്ച ദേവസ്വം ബോർഡ് ടാസ്ക് ഫോഴ്സ് അക്കൌണ്ട്സ് ഓഫീസർ ഇന്ന് കൂടുതൽ പരിശോധനകൾ നടത്തും. ആവശ്യമെങ്കിൽ കരാർ നൽകിയ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കീഴിലുള്ള IICയോട് വിശദീകരണം ചോദിക്കുകയും ചെയ്യും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വാർത്തയുടെ വിവരങ്ങൾ ചേർന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ അവിടെ വരാത്ത, അവിടെ പാടാത്ത നന്ദഗോവിന്ദൻ ഭജൻസിന് 8 ലക്ഷം രൂപ, എന്താണ് എസ്റ്റിമേറ്റ് 2 ലക്ഷം, ആക്ച്വൽസ് 8 ലക്ഷം, ബാക്കി 6 ലക്ഷം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിലുണ്ട്. ഓഡിറ്റർമാർ പറയുന്നത് ഞങ്ങളുടെ മുന്നിലുള്ള രേഖകൾക്കല്ലാതെ ഞങ്ങൾ ഒരു കണക്കും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബില്ല് വരുന്നത്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അന്വേഷിക്കാനുണ്ട്. ഷഫീദ്, ഗുഡ് മോർണിംഗ് ഹഷ്മി പ്രവിത. ഉറപ്പായും, കാരണം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ അത് കുറച്ചെങ്കിലും ഒന്ന് കെട്ടടങ്ങണമെങ്കിൽ ഇക്കാര്യത്തിൽ കണക്കുകളിൽ ഒരു വ്യക്തത വേണം എന്നുള്ളതാണ്. 8 കോടിയിലധികം എസ്റ്റിമേറ്റ്, അതിൽ 7 കോടിയിലധികം രൂപയുടെ ബില്ല്. പക്ഷേ ദേവസ്വം ബോർഡ് പറയുന്നത് 4.99 കോടി രൂപ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഊരാളുങ്കലിന് കീഴിലുള്ള IICയോട് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ IIC അത് എങ്ങനെ സഹിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ഇതിനോടകം തന്നെ IIC അവർ ഉപകരാർ കൊടുത്ത കമ്പനികളുമായും സംവിധാനങ്ങളുമായും അവരുടെ ബില്ലുകൾ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട്, അതായത് പരിശോധിച്ച് വ്യക്തമാക്കിയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുൻപിൽ കൊടുക്കും എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ഇതിനോടകം മാധ്യമങ്ങളോടക്കം പറഞ്ഞ കാര്യം. അതുകൊണ്ട് തന്നെ ടാസ്ക് ഫോഴ്സിന്റെ കണക്കെടുപ്പ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം കമ്മീഷണർ, അക്കൗണ്ട് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ എന്ന് തുടങ്ങുന്ന ദേവസ്വം ടാസ്ക് ഫോഴ്സ് ആണ് ഈ കണക്കുകൾ പരിശോധിക്കുന്നത്. പ്രാഥമിക പരിശോധന മാത്രമാണ് അവർ നടത്തുന്നത്. അക്കൗണ്ട് ഓഫീസർ കൂടുതൽ പരിശോധനകൾ ഇന്നു മുതൽ നടത്തും. ആവശ്യമെങ്കിൽ കരാർ നൽകിയ ഊരാളുങ്കലിന് കീഴിലുള്ള IIC കമ്പനിയോട് വിശദീകരണം ചോദിക്കും. ഓഡിറ്റർ ആവശ്യപ്പെട്ട രേഖകളും മറുപടിയും നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഇങ്ങനെ വ്യക്തതയില്ലാത്തൊരു ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അത് ദേവസ്വം ബോർഡിന്റെ പിഴവ് എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന്റെ അക്കാര്യത്തിലെ വിശദീകരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് മറുപടി കൊടുത്താലെങ്കിലും ഈ കണക്കുകൾ ടാലിയാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനുവേണ്ടി 10 ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.